കേരള തീരത്ത് നിന്ന് കടൽ മണൽ ഖനനം നടത്താനുള്ള വിവാദ കേന്ദ്ര പദ്ധതിക്ക് മൗനാനുവാദം നൽകി സംസ്ഥാന സർക്കാർ. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളെ കുരുതി കൊടുക്കുകയാണെന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല പറഞ്ഞു. കടൽ മണൽ ഖനന പദ്ധതി മത്സ്യങ്ങളുടെ ആവാസ വ്യവസ്ഥ തകർക്കുകയും തീരശോഷണത്തിന് ആക്കം കൂട്ടുകയും ചെയ്യുമെന്നും, എന്നാൽ ഈ നീക്കത്തിനെതിരെ ഒരക്ഷരം പറയാതെ CPIM മൗനം തുടരുകയാണെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കടൽ ഖനനം വലിയ ആശങ്കയാണ് തീരപ്രദേശങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. കൊല്ലം, ആലപ്പുഴ തീരങ്ങൾ എന്ന് പറയുന്ന സുനാമി ബാധിത പ്രദേശങ്ങൾ കൂടിയാണ്. അപ്പോൾ ഈ സുനാമി ബാധിത പ്രദേശത്ത് കേന്ദ്ര ഗവൺമെൻറ് കടൽ ഖനനം നടത്താനുള്ള തീരുമാനം പിൻവലിക്കണം, അത് അവസാനിപ്പിക്കണം. ദൗർഭാഗ്യവശാൽ കേരള ഗവൺമെൻറ്റോ മുഖ്യമന്ത്രിയോ ഇത് സംബന്ധിച്ച് ഇതുവരെ ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടില്ല. കടൽ ഖനനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കാര്യത്തിൽ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത്? കേന്ദ്ര ഗവൺമെൻറ് ഇതുമായി ബന്ധപ്പെട്ട 2 തവണ കേരളത്തിൽ വന്ന് ഒന്ന് റോഡ് ഷോ നടത്തി. അതോടൊപ്പം തന്നെ കേന്ദ്ര സെക്രട്ടറി തന്നെ വന്ന് ചർച്ച നടത്തി. ആ സന്ദർഭങ്ങളിലൊന്നും വ്യക്തമായ നിലപാട് കേരളം അറിയിച്ചിട്ടില്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഖനന പദ്ധതിക്കെതിരെ പ്രത്യേക നിയമസഭാ സെഷൻ വിളിച്ചുകൂട്ടി പ്രമേയം പാസാക്കണമെന്ന ആശയത്തോട് സർക്കാർ മുഖം തിരിച്ചു നിൽക്കുന്നു. ഇപ്പോഴിതാ ഖനി മന്ത്രാലയം കടൽ മണൽ ഖനനത്തിനു വേണ്ടി നടത്തിയ റോഡ് ഷോയുടെയും മറ്റു ചിലവ് വഹിച്ചിരുന്നതും കേരള സർക്കാരാണെന്ന് വാർത്തകൾ പുറത്തുവന്നിരുന്നു. ഇത് കേന്ദ്ര സർക്കാരുമായുള്ള ഒത്തുകളിയും കൊള്ളയടിക്കാനുള്ള തയ്യാറെടുപ്പാണെന്നും ചെന്നിത്തല ആരോപിച്ചു. CPIM-ഉം കേരള സർക്കാരും കേരളത്തിന്റെ തീരദേശത്തെ കുരുതി കൊടുക്കാനുള്ള ഗൂഢപദ്ധതിക്ക് കൂട്ടുനിൽക്കുകയാണ്. കേരളത്തിലെ ലക്ഷക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ പാരമ്പര്യ തൊഴിൽ നിഷേധിക്കുന്നതിലേക്കാണ് ഈ നീക്കം നയിക്കുന്നത്. കേരളത്തിൽ കടലാക്രമണത്തിന്റെ തോത് വർദ്ധിക്കാനും കടൽ കയറുന്ന സാഹചര്യമുണ്ടാകാനും ഇതിടവരുത്തുമെന്നും റിപ്പോർട്ടുകളുണ്ടെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. അതേസമയം കേരളത്തിന്റെ തീരമേഖല ആശങ്കയിലാണെന്നും വിഷയം വളരെ സങ്കീർണമാണെന്നും വേണുഗോപാൽ വിമർശിച്ചു. നിലവിൽ മത്സ്യലഭ്യത കുറഞ്ഞു വരികയാണ്. തകർന്നു കിടക്കുന്ന മത്സ്യമേഖലയെ നടപടി വലിയ രീതിയിൽ ബാധിക്കും. പാരിസ്ഥിതിക ആഘാത പഠനം നടത്തുമെന്ന് പറയുന്നത് വിചിത്രമായ നടപടിയാണ്. ടെൻഡർ നടപടികൾ നിർത്തിവെക്കണമെന്നും നടക്കുന്നത് കള്ളക്കളിയാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. വിഷയത്തിൽ സംസ്ഥാന നിയമസഭ പ്രമേയം പാസാക്കണം. സംസ്ഥാന സർക്കാരും ഇക്കാര്യത്തിൽ കള്ളക്കളി നടത്തുന്നുവെന്നും അദ്ദേഹം വിമർശിച്ചു. സർക്കാർ കേരളത്തിനൊപ്പമാണെങ്കിൽ മെല്ലെപ്പോക്ക് അവസാനിപ്പിക്കണം. ടെൻഡർ നടപടികൾ നിർത്തിവെച്ച് പാരിസ്ഥിതിക ആഘാത പഠനം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇപ്പോൾ ആദ്യത്തെ ഘടനാ ഏരിയയായിട്ട് അവർ എടുത്തിരിക്കുന്നത് കൊല്ലം മുതൽ ചവറ വരെയുള്ള ഭാഗമാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, അവിടെ മത്സ്യസമ്പത്ത് ഏറ്റവും വളരെ ധാരാളമായി ലഭിക്കുന്ന ഒരു മേഖലയാണ് കൊല്ലം ചവറ മേഖല. അത് കഴിഞ്ഞ് ആലപ്പുഴയിൽ അവർ കണ്ടെത്തിയിരിക്കുന്നത് ആലപ്പുഴയുമായി ബന്ധപ്പെട്ടുള്ള മേഖല തോട്ടപ്പള്ളി മേഖലയാണ്. ചാവക്കാടും പൊന്നാനിയും. സ്വതവേ മത്സ്യബന്ധനം നടത്തുന്ന തൊഴിലാളികളോട് ചോദിച്ചാൽ അറിയാം, മത്സ്യലഭ്യത വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയുന്തോറും. അവർ ജീവിക്കാൻ വേണ്ടി പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ്. പല പ്രശ്നങ്ങളുണ്ട്. തീരപരിപാലന നിയമം മൂലം വീട് പോലും വെക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ആ തകർന്നു കിടക്കുന്ന മത്സ്യമേഖലയെ കൂടുതൽ ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രം സൃഷ്ടിച്ചെടുത്ത ഒന്നാണ് കടൽ മണൽ ഖനനം.